നമസ്കാരം. രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഏതാനും മാസങ്ങൾക്കപ്പുറത്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് മുൻ മന്ത്രിയും തവനൂർ MLA ഡോക്ടർ KT ജലീലാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുന്നത് എന്നാണ് അങ്ങയുടെ തന്നെ പല കുറിപ്പുകളിലൂടെ അങ്ങ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ സാഹചര്യം, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അങ്ങ് വിലയിരുത്തുന്നത്? കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ മാത്രമേ RSSനും സംഘപരിവാറുകാർക്കും എതിരായി മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാകൂ എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇന്ത്യയിൽ വരും, കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന പ്രതീതിയാണ് കോൺഗ്രസ് കേരളത്തിൽ സൃഷ്ടിച്ചത്. അതിൽ കേരളത്തിലെ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ തവണ UDFന് നല്ല വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത്. എന്നാൽ 5 വർഷം കഴിഞ്ഞ് 2024 ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ മുന്നിൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരുപാട് പാഠങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ MLAമാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് BJP അവരുടെ സർക്കാർ ഉണ്ടാക്കി. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും BJP മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണ് എന്ന ബോധ്യമോ ഇല്ല. ഏത് സമയത്തും BJPയിലേക്ക് അവർ പോകാം. കോൺഗ്രസിൻ്റെ MLAമാരെ MP മാരെ അവരുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ റിസോർട്ടുകളിൽ കൂട്ടമായി അവരെ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ട ഗതികേട് കോൺഗ്രസ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലുമുണ്ടായി. കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരനായ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിൽ എത്തി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ഉറപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറപ്പോടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി ഡൽഹിയിലെത്തിയാൽ BJPക്ക് വിരുദ്ധമായി അവരുടെ കൈകൾ പൊക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും സംശയമുണ്ടാകും എന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇടതുപക്ഷം ജയിച്ചാൽ കോൺഗ്രസ്സുകാരൻ ജയിക്കുന്നതിനേക്കാളും കേന്ദ്രത്തിൽ BJP വിരുദ്ധ സർക്കാർ, അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ അങ്ങനെ വരുന്നതിന് കൂടുതൽ ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അങ്ങ് പറയുന്ന ഈ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അഭിപ്രായപ്പെടുന്ന കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷി. സ്വാഭാവികമായിട്ടും അങ്ങനെ പരസ്പര വിശ്വാസമില്ലാത്തവരുടെ ഒരു കൂട്ടമായിട്ട് ഇന്ത്യ മുന്നണിയെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഇല്ലേ? പരസ്പരം വിശ്വാസം ഉണ്ടാകുന്നത് ഓരോ സംസ്ഥാനത്തും അതത് പാർട്ടികൾക്ക് ഉള്ള ശേഷിയും കരുത്തും മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഒരു പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ വ്യത്യസ്ത പെട്ടികളിൽ വീഴുന്ന സ്ഥിതി ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് വാർഡ് തലം മുതൽ പാർലമെന്റ് തലം വരെ അവർക്ക് മത്സരിക്കണം, അവർക്ക് സീറ്റ് കിട്ടണം എന്നുള്ള നിലയിൽ നിന്നാൽ ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല. പാർലമെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാവണം കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അവിടേക്ക് വിവിധ പാർട്ടികളുടെ ആളുകൾ കടന്നു വന്നാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രബല കക്ഷികളുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് മുൻകൈയെടുക്കണം. അത് ചെയ്യാതെ ഓരോ സംസ്ഥാനത്തും ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ള നിലയിൽ സീറ്റ് വിഭജനത്തിന് മുതിരുകയും മത്സരിക്കുകയും ചെയ്താൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഇത്തവണയും സംഭവിക്കും. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചറിവുണ്ടെന്ന് കരുതുന്നുണ്ടോ?
കോൺഗ്രസിന് ഒറ്റക്കൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. കോൺഗ്രസ് പാർട്ടി പല സംസ്ഥാനങ്ങളിലും തീരെ ക്ഷയിച്ച മട്ടാണ്. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം മുൻപ് എംപിമാരും MLA-മാരും സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിരുന്നവർ വരെ BJP-യിലേക്ക് ചേക്കേറി. അവരൊക്കെയാണ് പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ. ആ നേതാക്കന്മാരുടെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ യാഥാർത്ഥ്യത്തെ കാണാതെ കോൺഗ്രസ് പണ്ടാനയായിരുന്നു, ഇപ്പോൾ ആന വളരെ വളരെ മെലിഞ്ഞ അവസ്ഥയിലാണുള്ളത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം. ഓരോ സംസ്ഥാനത്തെയും പ്രബല രാഷ്ട്രീയ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അംഗീകരിക്കാൻ, ആദരിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-ക്കെതിരായ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന അവസ്ഥ. രണ്ടാമതായിട്ട് BJP നേതൃത്വം ഇപ്പോൾ പരീക്ഷിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ പിന്നാലെയുള്ള ഒരു പ്രചരണം. നമുക്കറിയാം രാമക്ഷേത്രം അവർ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി ഒരു വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രചരണം BJP നന്നായിട്ട് നടത്തും. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ശക്തമായ ഒരുക്കം ഇന്ത്യ മുന്നണി നടത്തണം. ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ചർച്ച്, ഇതുകൊണ്ട് എന്ത് ഭൗതികമായിട്ടുള്ള നേട്ടമാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്? അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീമതി ഗാന്ധി കോൺഗ്രസ് വിജയിക്കും എന്നുള്ള ഉറപ്പിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. നമ്മൾ വിചാരിക്കും ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അവർ ഈ മതവികാരത്തിൻ്റെ ഒക്കെ കൂടെ പോകും എന്ന്. അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരെ അംഗീകരിക്കാൻ പോലും BJP-ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റിനെ എന്തുകൊണ്ടാണ് ക്ഷണിക്കാത്തത്? പ്രസിഡന്റ് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ കൊണ്ട് നടത്താതിരുന്നത്? അവരൊരു അധകൃത ഗോത്രവർഗക്കാരിയായതുകൊണ്ടാണോ? അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? അവരൊരു വിധവയായതുകൊണ്ടാണോ? അക്കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറയണം. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റായി അവരോധിച്ചു എന്ന പ്രചാരണമാണ് BJP നടത്തുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റായി അവരോധിച്ചതുകൊണ്ട് എന്ത് ഗുണം? സത്യത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലേ? പ്രധാനമന്ത്രി അല്ലല്ലോ. എന്തുകൊണ്ടാണ് അവരെ ക്ഷണിക്കാതിരുന്നത്? രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠക്ക് എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത്? അവരെ ആരെങ്കിലും വിലക്കിയതാണോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ഇനി വന്നു എന്ന് തന്നെ സങ്കല്പിക്കുക. അവർക്ക് നമ്മളുടെ നാട്ടിലെ സിനിമാ നടന്മാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഇരിക്കുന്നിടത്തൊരു സീറ്റ് എന്നതിനപ്പുറം പ്രതിഷ്ഠയുടെ പ്രധാനപ്പെട്ട ചടങ്ങ് നിർവഹിക്കുന്ന കാർമ്മികളുടെ കൂട്ടത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെടില്ലല്ലോ. UP-യുടെ ഗവർണർ ക്ഷണിക്കപ്പെട്ടു, UP-യുടെ മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ടു. ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി പൂജയും ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ ഒരു പ്രധാനമന്ത്രി നടത്തുന്നത് എന്തുമാത്രം വൈരുദ്ധ്യമുളവാക്കുന്നതാണ്? ക്യാൻ വി ഇമാജിൻ ഇൻ അതർ കൺട്രീസ്? മതാധിഷ്ഠിത രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാടുകളിൽ പോലും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമോ? പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിക്ക് തറക്കല്ലിട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BJP കാലങ്ങളായിട്ട്, BJP മാത്രമല്ല BJP-ക്ക് മുൻപുള്ള ജനസംഘമാണെങ്കിലും കാലങ്ങളായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, കർഷകരുടെ എല്ലാം തന്നെ ആവശ്യം അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ച് അവരുടെ ഒരു മുഖ്യമായിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി അവർ കാണുന്നതും കണ്ടിരുന്നതും രാമക്ഷേത്രമായിരുന്നു. സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ച് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ രാമക്ഷേത്രം തന്നെ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്ത് അവർ വോട്ട് നേടുകയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. രാമക്ഷേത്രം ഒരു വലിയ കാര്യം തന്നെ എന്ന് അവർക്ക് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം. പക്ഷേ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസ്കൃതത്തിൽ വലിയ വിദ്വാൻ പട്ടം നേടിയയാളാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഹിന്ദു മിത്തോളജിയെ സംബന്ധിച്ച് ഗ്രാഹ്യമായ അറിവുണ്ടോ? അദ്ദേഹം ഒരു ഹൈന്ദവ പണ്ഡിതനാണോ?
അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണോ? അവരല്ലേ അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്? യു പിയുടെ മുഖ്യമന്ത്രിയാണോ അത് ചെയ്യേണ്ടത്? യു പിയുടെ ഗവർണറാണോ അത് ചെയ്യേണ്ടത്? നാളെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ തറക്കല്ലിന് നമ്മുടെ മുഖ്യമന്ത്രി ഇട്ടാൽ BJPക്ക് എങ്ങനെ അതിനെ എതിർക്കാൻ വേണ്ടി പറ്റും? ഇന്ത്യ സഖ്യം സാഹചര്യം മനസ്സിലാക്കി പ്രചരണം നടത്തിയാൽ ഭരണത്തിലെത്താൻ കഴിയും എന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. BJPയെ തോൽപ്പിക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം തന്നെ നോക്കുക. അവിടെ രാജസ്ഥാനിൽ ഒരു സഖ്യത്തിന് കോൺഗ്രസിന് സാധിച്ചിരുന്നു എങ്കിൽ പല സീറ്റുകളും ജയിക്കാമായിരുന്നു. മധ്യപ്രദേശിൽ BSPയുമായിട്ട് അവിടുത്തെ മറ്റു പ്രാദേശിക പാർട്ടികളുമായിട്ട് കോൺഗ്രസ് ഒരു അലയൻസിന് മുതിർന്നിരുന്നു എങ്കിൽ അവിടെയും അവർക്ക് പല സീറ്റുകളും ജയിക്കാൻ കഴിയുമായിരുന്നു. പ്രാദേശികമായി ശക്തിയുള്ള പാർട്ടികളെ ഒരുമിച്ച് നിർത്തുക, അവരെ കൂടെ കൂട്ടുക. BJP ഇത്ര ശക്തമായിട്ടും അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കെൽപ്പുണ്ട് എന്ന് അവർ കരുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുമായി അവർ സഖ്യമുണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് എങ്ങനെയെങ്കിലും ഉള്ള അധികാരം നിലനിർത്താൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. സമാനമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസും വരണം, മറ്റു പാർട്ടികളും വരണം. എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് സാധ്യതയുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഭരണവിരുദ്ധ വികാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഒന്നാമതായി എത്ര കണ്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടുത്തെ മാധ്യമങ്ങൾ, UDF അവരൊക്കെ ഉണ്ടാക്കുന്ന ഭരണവിരുദ്ധ തരംഗം അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്താണ് ജീവിത പ്രയാസങ്ങൾ ഉള്ളത്? വിഴിഞ്ഞം തുറമുഖം എന്തൊക്കെ എതിർപ്പുകളായിരുന്നു അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്? ആ എതിർപ്പുകൾ നിങ്ങൾ കരുതുന്നുണ്ടോ UDF ആയിരുന്നു ഭരണത്തിലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമായിരുന്നു എന്ന്? ഏതെങ്കിലും 4 പുരോഹിതന്മാർ, 4 സമുദായ നേതാക്കന്മാർ അവർ പ്രതിഷേധവുമായി വന്നാൽ UDFകാർ വാലും ചുരുട്ടി ഓടും. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ സമുദായ നേതാക്കളെന്നും പുരോഹിതരെന്നും ഒക്കെ പറയുന്ന ആളുകളുടെ ശക്തി എവിടെ? അവരുടെ ശബ്ദം കേൾക്കാനില്ലല്ലോ. അവരെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നു. ഇവിടെ നിന്ന് പ്രതിനിധികൾ ജയിച്ചു പോയാൽ മാത്രമേ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ജയിച്ചു പോയാൽ മാത്രമേ ലോക്സഭയിൽ അവിടെ ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാരിൽ നിന്ന് കേരളത്തിന്റെ അവകാശം ചോദിച്ചു വാങ്ങാനുള്ള കെൽപ്പ് നമ്മളുടെ സംസ്ഥാനത്തിന് ഉണ്ടാവുകയുള്ളൂ. അവർക്കേ അതിന് കഴിയൂ. ഈടിപ്പേടിയില്ലാത്തവർ കേന്ദ്രത്തിലേക്ക് പോകണം. വലിയ സമ്പന്നന്മാരെയും ധനാഢ്യന്മാരെയും അവർക്ക് ചൂട്ടുപിടിക്കുന്നവരെയും അവർക്ക് കൂട്ടുനിൽക്കുന്നവരെയും നമ്മൾ ലോക്സഭയിലേക്ക് അയച്ചാൽ ഒരു കാരണവശാലും അവര് ഈ ധനാഢ്യന്മാരുടെ താല്പര്യങ്ങൾക്കെതിരായി ഒന്നും പറയില്ല. അവരുടെ സമ്പത്തിനുമേൽ ED കൈവെക്കും എന്നുള്ള ഭയം വരുമ്പോൾ അവര് തെരഞ്ഞെടുത്തയച്ച ഈ ജനപ്രതിനിധികളെ പിന്നിൽ നിന്ന് വലിക്കും. എത്ര സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് പ്രതീക്ഷ? ഭൂരിപക്ഷം സീറ്റുകളും ഇത്തവണ LDF നേടും എന്ന് തന്നെയാണ് LDFന്റെ പല പല പ്രചരണ പരിപാടികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും. പൊതുവെ ജനങ്ങളുടെ സ്വതന്ത്രമായ വിലയിരുത്തൽ, കൃത്രിമമായി ഏതെങ്കിലും ചാനലുകൾ ഉണ്ടാക്കുന്ന ഒരു സർവേയുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ആ ഫലം പോലും കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ടോ, കേരളത്തിലെ സർക്കാരിന്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ അവര് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ മികച്ച സൗകര്യങ്ങൾ ഉണ്ടായില്ലേ? മികച്ച കെട്ടിടങ്ങൾ, മികച്ച സ്കൂൾ സൗകര്യങ്ങൾ, ലബോറട്ടറികൾ, ലൈബ്രറികൾ, ഇതൊക്കെ തന്നെ ഈ സർക്കാർ ഒരുക്കി കൊടുത്തില്ലേ? അത്രയും കോടി രൂപ ഈ സർക്കാർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെലവാക്കുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനു വോട്ട് രേഖപ്പെടുത്തണം? ഈ കോൺഗ്രസിന്റെ, UDFന്റെ, അതുപോലെ BJPയുടെ സാധ്യത എത്രമാത്രമുണ്ട്? BJPക്ക് കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ല. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റും പോവുകയാണ് ചെയ്തത്. അവരുടെ ഈ രാമക്ഷേത്ര പ്രചരണം കൊണ്ട് കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാനുള്ള സാധ്യതക്ക് മങ്ങലേൽക്കുകയാണ് സംഭവിക്കുന്നത്. മതം വിറ്റ് വോട്ടാക്കാനുള്ള BJPയുടെ നീക്കങ്ങളെ അവർ എന്ത് വില കൊടുത്തും ചെറുക്കും. വിശ്വാസ്യതയുള്ള ഒരു നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ BJPയുടെ കയ്യിലുണ്ടോ?
ഇല്ലെന്നുള്ളതല്ലേ വസ്തുത, യാഥാർത്ഥ്യം. കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ മത്സരിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കട്ടെ. ധൈര്യമുണ്ടോ BJPക്ക്? 5 കൊല്ലം കേന്ദ്രമന്ത്രിയായ ഒരാളെ, കേരളത്തിനു വേണ്ടി അനർഘങ്ങളായിട്ടുള്ള സംഭാവനകൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നേതാവിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ഐ ചലഞ്ച് ദം. സാധിക്കില്ല അവർക്ക്. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും രാജ്യസഭ മെമ്പറാക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരാളെ ഇറക്കി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്താണ് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഏതോ ഒരു മായാലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ BJPയുടെ അവസ്ഥ, കോൺഗ്രസിന്റെ സാധ്യത എത്രമാത്രമുണ്ട്? കോൺഗ്രസിൽ കഴിഞ്ഞ തവണ ജയിച്ച ആളുകൾക്കായിരിക്കുമല്ലോ കോൺഗ്രസ് സീറ്റ് കൊടുക്കുക. 19 MP മത്സരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലം ഈ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ BJPക്കെതിരായി, വർഗീയതക്കെതിരായി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് ജനങ്ങൾ തീർച്ചയായും അപഗ്രഥിക്കില്ലേ? കശ്മീരിന്റെ പ്രത്യേകമായിട്ടുള്ള അവകാശം 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. ആ ബില്ല് വന്നപ്പോൾ ഇറങ്ങിപ്പോരുകയല്ലേ ഇവർ ചെയ്തത്? ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഈ മത്സരിക്കുന്ന ആളുകളോട് ചോദിക്കും. സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ അല്ല ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നത് മുസ്ലിം ലീഗിനോടുള്ള ഇടതുപക്ഷ നേതാക്കളുടെ സമീപനമാണ്. അങ്ങ് നിശിതമായിട്ട് ലീഗിനെ വിമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാറുള്ളതാണ് പൊതുവേദിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. പക്ഷേ പൊതുവെ CPMന്റെ നേതാക്കളൊക്കെ ലീഗ് കോൺഗ്രസിനെ പോലെയല്ല, പല കാര്യങ്ങളിലും മാറ്റമുള്ള പാർട്ടിയാണ്. അത്തരത്തിൽ ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് ലീഗിനെ ക്ഷണിക്കുന്ന തരത്തിലാണ് ഇടതുപക്ഷ നേതാക്കളുടെ പല പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ലീഗിന്റെ പല കാര്യങ്ങളിലെയും നിലപാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും. അത് തികച്ചും രാഷ്ട്രീയമാണ്. അല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നാന്ദിയായി ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. പക്ഷേ അത് കോൺഗ്രസിനോടും മറ്റും നേതാക്കൾ പറയുന്നത് ലീഗ് എല്ലാ കാലവും UDFന്റെ കയ്യിലെ മാറാപ്പായിട്ടോ ഭാണ്ഡമായിട്ടോ ഇരിക്കുന്നതല്ല, ലീഗിനെ അങ്ങനെ സ്വത്തായിട്ട് UDF കാണണ്ട എന്നൊക്കെയാണ് AK ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം LDFിലേക്ക് ലീഗ് വന്നാലും സ്വീകരിക്കുന്നൊരു താല്പര്യം അങ്ങനെയല്ല. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ആട്ടും തുപ്പും കേട്ട് ലീഗ് കോൺഗ്രസിന്റെ പാളയത്തിൽ നിൽക്കുമെന്ന് കരുതേണ്ട എന്ന് പറഞ്ഞാൽ അവര് നാളെ തന്നെ ഇടതുപക്ഷത്തേക്ക് വരുമെന്നല്ല. ലീഗിന് 2 സീറ്റ് ഒരുപക്ഷെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും കിട്ടിയേക്കാം. കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, കിട്ടിയേക്കാം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ലീഗ് എത്ര കാലമായി 2 സീറ്റുമായിട്ട് പോകുന്നു? ലീഗിന് അർഹതപ്പെട്ട 3ാമത്തെ ഒരു സീറ്റ്, ലോക്സഭാ സീറ്റ് പോലും അവർക്ക് കോൺഗ്രസിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണോ പരാജയമാണോ അത് വ്യക്തമാക്കുന്നത്? ലീഗിൽ ഒരു വിഭാഗത്തിനും അതേ അഭിപ്രായം ഉണ്ടെന്നാണ് പലരും പറഞ്ഞറിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെട്ടെന്നൊരു മുന്നണി മാറ്റമൊന്നും കേരളത്തിൽ സംഭവ്യമല്ല. എങ്കിൽ പോലും അധികാരമില്ലാതെ ലീഗിന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന വിമർശനം പൊതുവെ ഉയരുന്നതാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കാൻ, ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിന്റെ പല ആളുകളും അധികാരവുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആ ഇഴുകിച്ചേരലിന് അവസരങ്ങൾ ഒരുപാട് വർഷങ്ങൾ ഇല്ലാതാകുമ്പോൾ അത്തരക്കാരൊക്കെ ലീഗിനോട് വിട പറയുന്ന ഒരു സ്ഥിതി സംജാതമാകും. അത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ LDFിലേക്ക് അവരെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ ഇടതുപക്ഷത്തേക്ക്? മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്ത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പറയേണ്ടത് ഇടതുപക്ഷ നേതാക്കന്മാരാണ്, ഇടതുപക്ഷ മുന്നണിയാണ്. ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല.
CPM-ന്റെ നേതാക്കന്മാരും ലീഗിന്റെ നേതാക്കന്മാരും പരസ്പരം പറയുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് നിലപാടുകളുടെ അടിസ്ഥാനത്തിലും സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലും മാത്രമാണ്. അതിനെ രാഷ്ട്രീയ സഖ്യത്തിന്റെ സമാരംഭമായി നമ്മൾ കാണേണ്ട കാര്യമില്ല. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. സമസ്തയുമായിട്ട് വലിയ തർക്കമാണ് ഉണ്ടാകുന്നത്. അങ്ങ് തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗ് സമസ്തയെ അവരുടെ ഒരു ഓഫ് ഷൂട്ടായി, അവരുടെ ഒരു സബോർഗണായി കാണുന്നു. മുൻപത്തെ ലീഗിന്റെ നേതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സമസ്തയെ സമസ്ത എന്നുള്ള സെപ്പറേറ്റ് ഐഡന്റിറ്റിയിൽ കാണാൻ താല്പര്യപ്പെടുന്നവരല്ല. രണ്ടും രണ്ട് വഴിക്ക് സഞ്ചരിക്കേണ്ടവരാണ്. രണ്ട് കൂട്ടരുടെയും സഞ്ചാര പഥം വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ലീഗിന്റെ പക്വതയില്ലാത്ത നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അവസാനിച്ചാൽ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. സമസ്തയുടെ ഇടതുപക്ഷത്തോടുള്ള നിലപാടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഭരിക്കുന്നവരോട് നല്ല ബന്ധം സൂക്ഷിക്കുക എന്നതാണ് സമസ്തയുടെ നിലപാടെന്ന് ജിഫ്രി തങ്ങൾ പലവട്ടം പറയുന്നൊരു സാഹചര്യം. ഇതൊക്കെ ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ അല്ലെങ്കിലും മറ്റൊരു സർക്കാർ ആണെങ്കിലും ആ സർക്കാരിലെ മുഖ്യമന്ത്രിയുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ വേണം. ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ ഗൗനിക്കില്ല. അവർ മുസ്ലിംമാരെ പരിഗണിക്കില്ല. അവർ മുസ്ലിംമാർക്ക് ചെവി കൊടുക്കില്ല. അവർ പുരോഹിതന്മാരെ ആദരിക്കുന്നവരല്ല, ബഹുമാനിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ തെറ്റിദ്ധാരണയാണ് സമസ്തയുടെ നേതാക്കന്മാർ ഇടതുപക്ഷ നേതാക്കളുമായും മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ടപ്പോൾ തിരുത്തപ്പെട്ടത്. അത് തിരുത്തപ്പെട്ടു എന്നുള്ളത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. കാരണം ഞങ്ങൾ ഇക്കാലം അത്രയും പറഞ്ഞിരുന്ന കള്ളം പൊളിഞ്ഞു എന്നുള്ളതിൽ അവർക്ക് ശുണ്ഠി വന്നിട്ടുണ്ട്. ഈ ഒരു നയം മാറ്റം, അതായത് ഈ സാഹചര്യങ്ങൾ മാറിയത് സമസ്ത മനസ്സിലാക്കിയത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ? തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തേക്കാം. ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പൊന്നും പറയുന്നില്ല. കാരണം സമസ്ത അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ഇൻവോൾവ് ചെയ്യും എന്നെനിക്കറിയില്ല. എയർനഗർ ബാങ്ക് വിഷയത്തിൽ അങ്ങ് വളരെയധികം അഗ്രസീവായിട്ട് തന്നെ ഇടപെടുകയുണ്ടായി. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ തുറന്നടിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് അത് നിർത്തിവെച്ചു. ഞാനല്ലല്ലോ നിർത്തിവെച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ തുടർച്ച പിന്നെ നടത്തേണ്ടത് ആരാണ്? എല്ലാ സമയവും ഞാനിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പത്രമാധ്യമങ്ങളുടെ ജോലിയല്ലേ. മുന്നണി എടുക്കണ്ടേ? മുന്നണിയും അത് ഭരിക്കുന്ന ആളുകൾ അതിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇട്ടുപോയിട്ടില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ശരിയല്ലെങ്കിൽ അത് പറയേണ്ട സമയം കഴിഞ്ഞു. മലപ്പുറം, പൊന്നാനി, വയനാടിൻ്റെ വലിയൊരു ഭാഗം UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്ന 3 മണ്ഡലങ്ങളാണ്. എങ്ങനെയാണ് മലപ്പുറത്തിൻ്റെയും പൊന്നാനിയുടെയും വയനാടിൻ്റെയും ഇക്കൊല്ലത്തിന് സാധ്യത? പൊന്നാനി മണ്ഡലം അത്ര കണ്ട് UDFന് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിൽ എന്തിനാണ് 3 ടേം പൊന്നാനിയിൽ ജയിച്ച ET മുഹമ്മദ് ബഷീർ സാഹിബ് 4ാമത്തെ തവണ മലപ്പുറത്തേക്ക് മാറാൻ വേണ്ടി നെട്ടോട്ടമോടുന്നത്? ബഷീർ സാഹിബ് ഇവിടെ നിന്ന് മാറിയാൽ അതിൻ്റെ അർത്ഥം ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് ബഷീർ സാഹിബ് മാറാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിനർത്ഥം ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് അത്ര സേഫ് അല്ല. തീർച്ചയായും പൊന്നാനിക്ക് സുപരിചിതനായ വ്യക്തി കൂടിയാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അങ്ങയുടെ ഒരു പരിഗണന ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങയുടെ പേരും എങ്ങനെയാണ് ആ ഒരു നിയോഗത്തെ കാണുന്നത്? അല്ല, ഞാനിപ്പോൾ MLA ആണല്ലോ. എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ വേറെയും ഉണ്ടല്ലോ. എത്രയോ ആളുകളുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ. ആ സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരാൾ ഇവിടെ മത്സരിക്കും. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനിയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വ്യക്തിപരമായിട്ട് അങ്ങേക്ക് പൊന്നാനി മത്സരിക്കാനുള്ള താല്പര്യമില്ല? വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി? ഒരു പാർട്ടി അല്ല, ഒരു പ്രസക്തിയും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ 4 തവണ ഞാൻ മത്സരിച്ചത്. അതൊക്കെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അത്തരത്തിലുള്ള
കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഏതായാലും പൊന്നാനിയിൽ മികച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും ഇടതുപക്ഷത്തിൻ്റെ. പൊന്നാനിയെ ചോപ്പിക്കാനുള്ള നിയോഗം അങ്ങേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചോട്ടെ. അങ്ങനെ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ MLA ആണല്ലോ. MLA എന്നുള്ള നിലക്ക് ഞാൻ എന്നാൽ കഴിയുന്ന പോലെയൊക്കെയുള്ള ചുവപ്പിച്ചിട്ടുണ്ട്. അത് പൊന്നാനിയിൽ വ്യാപിപ്പിക്കാൻ അത് വേണ്ട, അതിന് പുതിയ ആളുകൾ വരും. ഡോൺ വെറി. എന്താണെങ്കിലും വളരെ നന്ദി. ഇത്രയും സമയം ന്യൂസ് 18 വേണ്ടി മാറ്റിവെച്ചതിനും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും വളരെ നന്ദി. താങ്ക് യു.